ടോക്സിലേക്ക് സ്വാഗതം. റോമ 6:23. പാപത്തിന്റെ വേതനം മരണമാണ്. കർത്താവിൽ പ്രിയഭാജനങ്ങളെ, ഇന്ന് പാപത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഈശോ ഇന്ന് പാപത്തെക്കുറിച്ച് പറയാനാണ് ഈശോ പറഞ്ഞത്. പാപം എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. കർത്താവ് പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്നയാളാണ്. പാപം ചെയ്തു എന്ന് പറഞ്ഞ് കർത്താവ് നമ്മളെ ആരെയും തിരുസന്നിധിയിൽ നിന്ന് തള്ളിക്കളയുകയില്ല. പക്ഷേ പാപത്തെക്കുറിച്ച് നമുക്ക് പശ്ചാത്താപം വേണം. പശ്ചാത്തപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷിക്കും. പാപം ആവർത്തിക്കരുത്, ആവർത്തിച്ചാൽ പഴയ പാപത്തിന് പോലും ശിക്ഷ കിട്ടുമെന്നാണ് കർത്താവ് തിരുവചനത്തിൽ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് പാപത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് വചനങ്ങൾ കേൾക്കാം. കർത്താവിൻ്റെ ഈ വലിയ സമ്പൂർണ്ണ ബൈബിളിൽ ഇഷ്ടംപോലെ വചനങ്ങളുണ്ട്. നമ്മളത് കണ്ട് പിടിച്ച് നമ്മൾ എഴുതിയെടുത്ത് പഠിക്കണം. പ്രഭാഷകൻ 21 പറയാണ്, മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപത്തിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടിയകലുക. അടുത്തു ചെന്നാൽ അത് കടിക്കും. അതിന്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകളാണ്. അത് ജീവൻ അപഹരിക്കും. ശാസന വെറുക്കുന്നവൻ പാപികളുടെ വഴിയിലാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം കൊണ്ട് പശ്ചാത്തപിക്കും. പാപിയുടെ പാത കല്ലുപാകി മിനുസപ്പെടുത്തിയിരിക്കുന്നു. അത് അവസാനിക്കുന്നത് പാതാളത്തിലാണ്. പ്രഭാഷകൻ 28:4 പറയാണ്, തന്നെ പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതെങ്ങനെ? മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരുന്നെങ്കിൽ അവന്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും? മർക്കോസ് 7:20 മുതൽ പറയാണ്, അവൻ തുടർന്നു, ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു. അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. വീണ്ടും യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തില് 8 മുതൽ കർത്താവ് പറയാണ്, നമുക്ക് പാപം, യോഹന്നാൻ പറയുന്നതാണ്, നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ പാപങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം വ്യാജം പറയുന്നവനാക്കുന്നു. അവന്റെ വചനം നമ്മിൽ ഉണ്ടായിരിക്കുകയുമില്ല. വചനം നമ്മിലുണ്ടെങ്കിൽ നാം പാപം ചെയ്യുകയില്ല എന്നാണ് തിരുവചനം നമ്മോട് പറയുന്നത്. 1 യോഹന്നാൻ 1:8 പറയാണ്, നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. റോമ 3:23 പറയാണ്, എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. യാക്കോബ് 4:17 വീണ്ടും പറയാണ്, ചെയ്യേണ്ട നന്മ എന്താണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. ഗലാത്യർ 5:19 മുതൽ 21 വചനം പറയാണ്, ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം.
അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മദിരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റ് പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുൻപ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. സുഭാഷിതം 4:21 പറയാണ്, അയൽക്കാരനെ നിന്ദിക്കുന്നവൻ പാപിയാണ്, പാവപ്പെട്ടവനോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാനും. പാവപ്പെട്ടവനോട് നമ്മൾ ദയ കാണിച്ചു കഴിഞ്ഞാൽ അവൻ ഭാഗ്യവാനാണെന്ന്, ദയ കാണിക്കുന്നവൻ. എഫേസോസ് 4:26-27 വരെയുള്ള തിരുവചനം പറയാണ്, കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. റോമ 6:23 പറയാണ്, പാപത്തിന്റെ വേതനം മരണമാണ്. ഉൽപ്പത്തി 4:7 പറയാണ്, ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ. നല്ലതു ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് നോക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ കിട്ടാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വചനങ്ങൾ വായിച്ച് മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കാം. പാപം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ കർത്താവിന്റെ വചനം നമ്മളുടെ അധരത്തിലും ഹൃദയത്തിലും ഉണ്ടെങ്കിൽ ആ വചനം നമ്മൾ ഉരുവിട്ട് കഴിഞ്ഞാൽ നമുക്ക് പാപം ചെയ്യാതിരിക്കാനുള്ള ദൈവകൃപ നമുക്ക് ലഭിക്കും. കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കർത്താവിനെ ഒറ്റിക്കൊടുത്ത് പാപം ചെയ്തതുകൊണ്ടാണ് അവൻ തല കുത്തി മറിഞ്ഞ് കുടലെല്ലാം പുറത്തിയാടി അവൻ മരിക്കാറുണ്ടായത്. അതുപോലെ തന്നെ കർത്താവിന്റെ ശരീരം അവൻ സ്വീകരിച്ചപ്പോൾ അവൻ പാപിയായിരുന്നുകൊണ്ട് അവന്റെ ഉള്ളിലേക്ക് സാത്താനാണ് കടന്നു വന്നത്. അപ്പകഷ്ണം സ്വീകരിച്ചപ്പോൾ അവന്റെ ഉള്ളിൽ സാത്താൻ വന്നു എന്നാണ് തിരുവചനം പറയുന്നത്. അതുകൊണ്ട് നമുക്കും യോഗ്യതയോടെ ഈശോയുടെ ശരീരം സ്വീകരിക്കാം, പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കാം, വിശുദ്ധിയോടെ ജീവിക്കാം. അതിനുവേണ്ടി നമുക്ക് പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ അമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.